ഈ സിനിമയിൽ ഏറ്റവും ബെസ്റ്റ് റോള് നിന്റെയാ. ആ ശ്രേയോ എന്താ ഇവിടെ? ഇത് എന്റെ വീടാ. ബക്കറ്റും വെള്ളമൊക്കെ ആയിട്ട് എങ്ങോട്ടാ? ആ ജീപ്പിന്റെ റേഡിയേറ്റർ ഒന്ന് ചൂടായി, അപ്പൊ വെള്ളം എടുക്കാൻ വേണ്ടി കയറിയതാ. ഞാൻ വെള്ളം കൊടുത്തിട്ട് ഇപ്പൊ വരാമേ. എന്താ എന്റെ ഉദ്ദേശം? അത് കഴിഞ്ഞിട്ട് റിലീസ് ചെയ്യുമ്പോൾ വീണ എന്നെ വിളിച്ചു, സാറേ എന്നെ ബക്കറ്റ് സ്റ്റാർ എന്ന് വിളിക്കും. ഞാൻ നല്ലതല്ലേ. വേറൊരു നല്ല വേഷം എന്നെ വിളിക്കാം. നിനക്ക് ഈ സിനിമയുടെ കാര്യം ഒന്നും അറിയാമോ? എടാ, ഒരുത്തം പോലീസ് വേഷം ചെയ്ത് നന്നായി പിന്നെ അവന് എല്ലാ പടത്തിലും പോലീസുകാരനായിരിക്കും. ഇതാണ് നമ്മുടെ സിനിമയുടെ അവസ്ഥ. മോള Now it makes sense. മോള Now it makes sense. What the hell is this? Get out! You sit down! Adi, I asked you to get out. Thank you, madam. Out! ഓ, ബക്കറ്റും ചവിട്ടി പൊട്ടിച്ച് പുറത്ത് വേറെ മേടിച്ചോണ്ട് വരാം. ഈ മാസം ഇത് 4ാമത്തെ ബക്കറ്റ്. ഏതായാലും എന്റെ അഭിനയം കാണാനുള്ള ഭാഗ്യം നിങ്ങൾക്കുണ്ടായല്ലോ. എങ്ങനെയുണ്ട് അഭിനയം? ഏതായാലും വേഷം കെട്ടി. നല്ല കൊള്ളാവുന്ന വേഷം കെട്ടാമായിരുന്നു. വീണയ്ക്ക് ഒരു ബക്കറ്റ് സ്റ്റാർ എന്ന് പറഞ്ഞൊരു മീം വന്നിട്ടുണ്ട്, കണ്ടായിരുന്നു? 2-3 സീനിൽ ബക്കറ്റും പിടിച്ച് നിൽക്കുന്നുണ്ട്. ഈ മിമിക്രിക്കാരും സിനിമാക്കാരും ചേർന്ന് നമ്മുടെ പേരെ ഒരു കോമാളിയാക്കി. അതുകൊണ്ട് മനുഷ്യർ പുറത്തിറങ്ങി നടക്കാൻ മേല. ഒരിടത്ത് വെള്ളം എടുക്കാനായിട്ട് വരുന്നു, മറ്റിടത്ത് ശരിക്കും പറഞ്ഞാൽ ജോർജ് കുട്ടി കാണണല്ലോ. അപ്പൊ വരുമ്പോ കൈയും വീശി വന്നു കഴിഞ്ഞാൽ എങ്ങനെയാ? ചുമ്മാ കണ്ട് കാണിക്കാൻ വരുന്ന പോലെ ആവൂല്ലോ. നീ ഇത് സന്തോഷമായിട്ട് സ്വീകരിച്ചാട്ടെ. ഇതൊന്നും ഇന്ന് മനസ്സിലാവൂല, നാളെ മനസ്സിലാവുള്ളൂ. എന്നാലും നമ്മൾ മണ്ടത്തരം ചെയ്യാൻ പാടില്ലല്ലോ. പുള്ളിക്കാരത്തി ഒരു പർപ്പസിന് വേണ്ടി വരുന്നു എന്നുള്ള രീതിയിലാണ് നമ്മളത് കാണിച്ചത്. പക്ഷെ അത് അവിടെ വെച്ച് അങ്ങനെ വന്നപ്പം അത് പറ്റിയതാണ്. വീണയ്ക്ക് എന്തായാലും നല്ല പബ്ലിസിറ്റി. ആള് സ്റ്റാറായിട്ടാ ഈ ഒറ്റ സംഭവത്തോടുകൂടെ ആകെ ഈ 2 സാധനങ്ങളുള്ളോ? പിന്നെ ദേവനെ കുറിച്ച് ഒരു രഹസ്യാന്വേഷണത്തിന് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഒരു ഓഫീസറെ നിയമിച്ചിട്ടുണ്ട്. ആ വരുൺ കേസിലെ പെൺകുട്ടിക്കും ഇതായിരുന്നു പ്രശ്നമെന്നും അതാണ് ആ പയ്യന്റെ മരണത്തിന് കാരണമായതെന്നും കണ്ടു. ഞാൻ വേറെ 1-2 ആൾക്കാരെടുത്ത് ചോദിച്ചു, അവർക്കും ഇതേ അഭിപ്രായം. ഇപ്പൊ ഞാനൊന്ന് അന്വേഷിച്ചു നോക്കി, അപ്പൊ പലരും അങ്ങനെയാണ് പറയണ്ടായിരുന്നു. ഇതാ ഞങ്ങളുടെ പ്ലാൻ. ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ ബുദ്ധി. ചീറ്റി പണ്ടാറൊടുക്കി പോയി.